ലൈസൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല നിലവാരത്തോടെ ഓടിക്കണം. നമ്മൾ പലപ്പോഴും പറയാം, നമ്മൾ സത്യത്തോട് മുഖം തിരിക്കരുത്. ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട്, മീഡിയയോട്, സാമൂഹ്യ മാധ്യമങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. ഒരു നല്ല ലൈസൻസ് വേണം കേരളത്തിൽ. വണ്ടി ഓടിക്കാറിയാവുന്ന റോഡിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ എൻ്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങൾ, എന്നെ സംബന്ധിച്ച് അതൊരു ഒരു ചെറിയൊരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. എന്താ കൊത്താൻ പോകുന്നത് എന്ന്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും. ലിസ്റ്റുണ്ട്, എണ്ണി വെച്ചിട്ടുണ്ട്. അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും. ഒരു സംശയം അതിനകത്ത് വേണ്ട. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമ്മതിച്ചു, ശരിയാണ്, നല്ല ലൈസൻസ് കൊടുക്കണം. മന്ത്രി പറഞ്ഞാണ് ശരി. നമ്മളിത് ജനാധിപത്യമാണ്. അവരുമായിട്ട് സമവായം ഉണ്ടായി ചർച്ച ചെയ്തു, അവരുടെ കാര്യങ്ങളെ നമ്മൾ കേട്ടു. അത് കേൾക്കണം, അത് ജനാധിപത്യമാണ്. പക്ഷേ ജനാധിപത്യത്തിന് പേര് ഞാൻ മുമ്പ് പറഞ്ഞ കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് ഇനി കൊടുക്കാൻ പാടുള്ളൂ. MBA-മാർ AM-മാരൊക്കെ നിൽപ്പുണ്ട്. എണ്ണം കുറച്ചാൽ മാത്രമല്ല, എവിടെയാണോ കൂടുതൽ ലൈസൻസിൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കും. പിടിക്കപ്പെട്ട കുഴപ്പമാണ്. ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാക്കണം. ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു, 126 ലൈസൻസ് കൊടുക്കുന്നു. അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വണ്ടിക്ക്. ആ അത്ഭുത പ്രതിഭാസം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. കാരണം അത് ഡിപ്പാർട്ട്മെൻറ്റിന് നാണക്കേടാണ്, രാജ്യത്തിനും അപകടമാണ്, അത് അഴിമതിയുമാണ്. കാരണം ഒരേ സമയം ഒരാൾ അങ്ങനെയാണ് രണ്ട് കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരം അത്ഭുതങ്ങളൊന്നും ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുകയില്ല. അത്തരം അത്ഭുതങ്ങൾക്ക് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പടക്കി പെട്ടി വെച്ചേക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കർശന നടപടിയായിരിക്കും. ഈ സമരത്തിൽ കൊല്ലത്തടക്കം, ഈ സമരം കൊട്ടാരക്കരയല്ല, പത്തനാപുരത്തല്ല, കൊല്ലത്തടക്കം ഈ സമരത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഇളക്കി വിട്ടതിൻ്റെ പുറകിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ. ഇത് ശരിയല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, അഴിമതി നടത്താനല്ല. നല്ല ലൈസൻസ്. നമ്മുടെ മക്കളാണ്, ജീവിതമാണ് ഈ റോഡിൽ പൊലിയുന്നത്. നമ്മുടെ സഹോദരിമാരുടെ ജീവനാണ് ലോഡിൽ പൊലിയുന്നത്. ചെയ്യാൻ വേണ്ടി അതൊന്നും ഇനി നടക്കത്തില്ല. ആ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തിരിക്കുക. നല്ല ലൈസൻസ് ഇനി കൊടുക്കുക. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയായിരിക്കും. അത് യാതൊരു സംശയവുമില്ല. ഒരു വിട്ടുവീഴ്ചയില്ല. നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകളുമായി നടത്തുന്ന ചർച്ചയിൽ അവരും പരിപൂർണമായി പിന്തുണച്ചൊരു കാര്യമാണ്. ക്വാളിറ്റിയുള്ള, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ആശങ്കയും വേണ്ട. ഇവിടെ കേരളമോദി പത്രത്തിൽ എഴുതി 10 ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കുന്നു. നമ്മൾ കണക്കെടുത്തു. പുതിയതും തോറ്റതും ഇനി 40 ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ്. ഒരു സ്കൂട്ടറിൻ്റെയും ഒരു കാറിൻ്റെയും ലൈസൻസ് ആകുമ്പോൾ 2ആയി. ഇപ്പം ഞാൻ സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 2 അപേക്ഷയുണ്ട്. അങ്ങനെ നോക്കിയാൽ പോലും 2,26,000 ലൈസൻസ് കെട്ടിക്കിടപ്പുള്ളൂ. ഓഫീസ് തലത്തിൽ കണക്കെടുത്തിട്ടുണ്ട്. ആ ഓഫീസുകളിൽ പറഞ്ഞ വാക്ക് പാലിക്കും. ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തുന്നത് മനസ്സിലാക്കണം. ഈ 2,26,000 എന്ന് പറയുന്നത് ഇപ്പം ബേണേഴ്സ് എഴുതി 40 ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് വരാൻ പറ്റും. അവർ ടെസ്റ്റിന് സമയമായവർ, സ്കൂട്ടറിന് കൊടുത്തവർ ഡ്യൂപ്ലിക്കേഷനാണ്, കാറിന് കൊടുത്തവർ 2 പേരായി. അപ്പോൾ ഈ പറയുന്ന സംഖ്യ പോലും ഇല്ല. അപ്പം കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട്, അത് വരും. ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ, ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ, മൂടുപടം സൃഷ്ടിക്കുക. 10 ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടിക്കിടക്കുന്നു. ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ? സർക്കാർ പ്രഖ്യാപിക്കും എല്ലാവർക്കും റേഷൻ കാർഡ്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ്, 24 മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ കേൾക്കാൻ രസമുണ്ട്. അല്ലാതെ 3.5 കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്ത്, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്സീകരണമല്ല. അപ്പോൾ പറയും തമിഴ്നാട്ടിൽ പോയി എടുത്തുകൂടെ? എവിടെ പോയി എടുക്കുക? നല്ല സാധനം വേണോ? പഠിച്ചിട്ട് വരൂ. നമ്മൾ ഈ ഡ്രൈവിങ്ങിന് ഏർപ്പെടുത്തുന്ന ഫീസെല്ലാം കൂടാതെ കൈ തെളിയാനൊരു ഫീസുണ്ട്. 1 മണിക്കൂറിന് 600 രൂപ 700 രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും. സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറൊരെണ്ണം. അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നതിൽ ഒരു സംശയമില്ല. എഴുതി തെളിയിക്കും. ഏടാ ഈ കൊടുക്കുന്നവരെ കൈ തെളിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ ഏറ്റവും വലിയ കുഴപ്പം ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗിയർ മാറാനൊക്കെ പോകും. ഈ ഗിയർ മാറണമല്ലോ എന്ന് ചോദിച്ചാൽ ഒറ്റ പിടിയില്ല, അപ്പോൾ പോയിടിച്ചങ്ങ് നിൽക്കും. കയറ്റത്തിരുത്തി എടുക്കാൻ അറിയത്തില്ല. കാരണം ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലൊക്കെ ഇട്ടെടുത്ത് കളയും. അപ്പോൾ അതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചൊരു വീഡിയോ നമുക്കുണ്ടാക്കാം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ആദ്യം ഈ പറഞ്ഞ അവർ പറയുന്ന പോലെ ക്ലച്ചും ബ്രേക്കും ഗിയർ മാറാനും ഒന്ന് പഠിപ്പിക്കും.
ക്ലച്ചിൽ നിന്ന് എങ്ങനെ കാലെടുക്കുന്നത് പഠിപ്പിക്കുക. അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു 10 കിലോമീറ്റർ ഓടിക്കാമെങ്കിൽ ഒരുവിധം ആൾക്കാർ കിട്ടും. ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു 10-15 കിലോമീറ്റർ ഓടിച്ചാൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും. പക്ഷേ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറും. അത് മാത്രം പഠിപ്പിച്ചാൽ മതി. എടുത്ത് ചാടുന്ന കണ്ടില്ല വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ ഓഫായി പോവുക. അതിനെ കാര്യത്തിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ അറിയത്തില്ല. ശരി, ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഒറ്റ അടവ് പഠിച്ചാൽ മതി. ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനും ബ്രേക്ക് ഔട്ട് എങ്ങനെ പഠിപ്പിച്ചാൽ ആൾ പെട്ടെന്ന് പാസ്സാവും. പിന്നെ സ്റ്റിക്കർ, ഞാൻ ഉദ്യോഗസ്ഥന്മാരും പറയാം, ഈ കണ്ണാടിയിൽ സ്റ്റിക്കർ ഇട്ട് ചോദിച്ച് കുറ്റി വരുമ്പം കുറ്റിയും പച്ച സ്റ്റിക്കറൂടെ മാച്ച് ആവുന്നിടത്ത് തിരിച്ച് അതൊന്നും പറഞ്ഞു കൊടുക്കില്ല. അത്ര സ്റ്റിക്കറൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പോഴേ ഇളകി കളഞ്ഞു. അതൊക്കെ ഇളകി കളഞ്ഞിട്ട് പരിശോധിക്കണം. ഈ ജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശമ്പള വർധനവും ഗ്രാറ്റുവിറ്റി ഒന്നുമില്ലല്ലോ. തോൽപ്പിച്ചുകൊണ്ട് ശമ്പളം കുറയത്തുമില്ല, ഒന്നും പോകത്തുമില്ല. കൃത്യമായി അറിയാവുന്നവരെ മാത്രമേ ജയിപ്പിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് തൊട്ടുപുറയിൽ ക്യാമറ പോലെ എൻ്റെ കണ്ണുണ്ട്. വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ശുപാർശയും കേൾക്കില്ല. ഡ്രൈവിംഗ് സ്കൂളുകാർ പോലും നല്ല ലൈസൻസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവർ മാധ്യമങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ നല്ല ലൈസൻസ് കൊടുക്കും, നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടും. ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, നമ്മൾ സ്നേഹത്തോടെ ജനാധിപത്യമാണ് സംസാരിക്കാം. പക്ഷേ ഒരു കാര്യം എന്താ, നിങ്ങൾ കുട്ടികളെ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരും. ഒരു ദിവസം 100 ലൈസൻസ് വേണമെങ്കിലും പരിശോധിക്കാം. ഒരു ദിവസം 100 ടെസ്റ്റ് നടത്തി തരാം. ഇത് 40-50 ഒന്നുമല്ല, 100 നടത്തി തരാം. പക്ഷെ വരുന്നവർ ഇത് പഠിച്ചിട്ട് വേണം. അല്ലാത്ത പക്ഷം റോഡിലിറങ്ങിയ ആളുകളെ, റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് കിട്ടുന്ന അവകാശമാണ്. ആ ലൈസൻസ് യോഗ്യത ഉള്ളത് തന്നെ ആയിരിക്കും. ലൈസൻസ് വെച്ച് കളിക്കുന്ന മറ്റൊരു സ്ഥലമാണ് പിന്നെ റോഡിൽ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും, ലോകത്ത് വണ്ടി ഇടിച്ച് ആളെ കൊന്നാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ലോക്കപ്പിലിടാത്ത ഒരേ ഒരു സ്ഥലം ഇന്ത്യ മാത്രമേ. അത് പാടില്ല. അത് നമ്മളോട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ഉണ്ടാക്കുന്ന പല വിവാദങ്ങളും നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കണം. നമ്മളെ തന്നെയാണ് ഇവിടെ തോൽപ്പിക്കുന്നത്.